ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഇടാട്ട്. ഞാനിന്ന് സോളമൻ ഷോയിൽ ഒരു ഗാനം, സൺഡേ ആണ്. സൺഡേയുടെ പ്രത്യേകത, അതായത് ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഞായറാഴ്ച വിശ്രമിച്ച ദിവസമാണ്, കടമുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലേക്കൊക്കെ പോയിട്ട് വന്നു, എന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഒരു ഗാനത്തോടു കൂടി ആരംഭിക്കുകയാണ്. ഇന്ന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയല്ല പറയണതായിരിക്കും. ഇന്ന് കൊട്ടുവാൻ വേണ്ടിയിട്ടൊരു സാധനം കൽപ്പാത്തിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലായിടത്തും കാണുക തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരാള് കണ്ടില്ലേ, ഒരാള് ഇങ്ങനെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവണം. അപ്പോൾ ഗാനം ആലപിക്കാം. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹാലേലൂയ, ഹാലേലൂയ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹാലേലൂയ, ഹാലേലൂയ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. ഇതാണ് ഗാനം. അതായത് ഇത് അത്യാവശ്യം നല്ല താളം പിടിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് തോന്നിച്ചു. വേറെ ക്യാപ്റ്റൻ രാജു CID മൂസയിൽ പറഞ്ഞ പോലെ ഈ കാർ ഓടിക്കാൻ വേറെ ഒരു ഡാഷിന്റെയും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തമാശ. എന്നിട്ട് ക്യാപ്റ്റൻ രാജു ആ കാർ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന രംഗമാണ്. ഈ കോമഡികളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത്, ഞാനായിട്ട് സിനിമയിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അപ്പോൾ സിനിമയിൽ ചെയ്യുന്നവരുടെ കോമഡികളാണ് ഇടയ്ക്ക് ആവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഗാനം പാടാൻ തന്നെ കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്നെ അറിയണ ഒരു അമ്മാമ്മേനെ കണ്ടു. ആള് പണ്ടത്തെ എൻ്റെയൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അമ്മാമ്മ അറിയുമെന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ വലിയ സെലിബ്രിറ്റിക്ക് ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ശബ്ദം കേട്ട വഴിക്ക് ആൾ പറഞ്ഞു, നീ നമ്മുടെ സോളമനല്ലേ, നീ ഇപ്പം മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ പതുക്കെ നീ ഇങ്ങനെ എടുക്കണില്ല. അപ്പോൾ അവരിങ്ങനെ ഒരു ചുളിഞ്ഞ മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശബ്ദം എടുക്കാറുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു മെത്രാൻ്റെ ശബ്ദം ഒന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യം പിടുത്തം കിട്ടി. കാരണം വെച്ചാൽ ഞാൻ പള്ളിയിൽ കാലത്ത് അങ്ങനെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ എന്നാലും പള്ളിയിൽ ചെന്നപ്പോൾ മറ്റേ അമ്മാമ്മേനെ കണ്ടു. അറിയണവരെ ഞാൻ ചിലപ്പോൾ ചില കോൺവെൻറ്റുകളിലപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ നാളെ ചിറ്റിലപ്പള്ളി കോൺവെൻറ്റിൽ പോകുമ്പോൾ അവർക്ക് ജോസഫ് കുണ്ടുകുളത്തിൻ്റെ ശബ്ദം വളരെ അപൂർവം പേർക്ക് അറിയുള്ളൂ. പണ്ട് ഉള്ള ആളുകൾക്ക് ഒരു 40 വയസ്സിന് മുകളിൽ ഉള്ളവർക്കൊക്കെയാണ് ആളുടെ ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ വയസ്സായിട്ടുള്ള കോൺവെൻറ്റുകൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ പ്രത്യേകം ചോദിച്ചിട്ട് ഞാൻ ഈ ശബ്ദം എടുക്കാറുണ്ട്. ആ ശബ്ദം കുറച്ചും കൂടി എനിക്ക് അതിരൂപതോത്സവത്തിൽ സെക്കൻഡൊക്കെ പ്രൈസൊക്കെ മേടിച്ചു തന്നിട്ടുള്ളൊരു ശബ്ദമാണ്.
അദ്ദേഹത്തിനെ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് തന്നെ ശബ്ദം എടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടനത്തിന്. പക്ഷേ വേറെ എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് എന്നേക്കാളും നന്നായിട്ട് ആ ശബ്ദം നീ എടുക്കണ്ടെന്ന് പറഞ്ഞു. സാധാരണ പുരോഹിതന്മാർ അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെയുള്ള ആളുകളെ എടുക്കുമ്പോൾ അവരെ കളിയാക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. എല്ലാവരല്ല, അതറിയണവരങ്ങനെ ചെയ്യില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു കീപ് ഇറ്റ് ഡൗൺ. അത് ഇന്നും ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ജോസഫ് കുണ്ടുകുളം, പറപ്പൂര് ആണ് വീട് അദ്ദേഹം നമ്മുടെ അതിരൂപത സ്ഥാപിച്ചതും ജോസഫ് കുണ്ടുകുളം പിതാവ് തന്നെയാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഏറ്റവും ഇഷ്ടമുള്ളൊരു പിതാവായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ വർക്കി വിധേയത്തിൽ പിതാവ്, തട്ടിൽ പിതാവ്, അതുപോലെ ടോണി പിതാവ്, അവരെല്ലാവരും ഇഷ്ടം തന്നെയാണ്. പക്ഷെ എങ്കിൽ തന്നെയും അവരുടെ പ്രസംഗങ്ങളിൽ അതാണ് കൂടുതൽ എന്നെ ആകർഷിച്ചത്. ആ ഒരു കാര്യമാണ്, അവരുടെ പ്രസംഗങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയാറുള്ള പോലെ തൊട്ടിൽ കിടക്കുന്ന കുട്ടികൾ മുതൽ കട്ടിൽ കിടക്കുന്ന അമ്മമാർ വരെ ആ പ്രസംഗം കേട്ടിരിക്കും. അതുപോലെ ഇന്നുള്ള ഒരാളാണ് നമ്മുടെ കിഡ്നി അച്ഛൻ എന്ന് പറയുമ്പോൾ അത് ചില മുഖത്ത് നോക്കി പറഞ്ഞ ആൾ പറയും അതൊന്നും കുഴപ്പമില്ലടാന്ന് പറയും. കാരണം ആൾക്കറിയാം ഇതൊക്കെ ഇത്ര ഉള്ളൂന്ന് ആൾക്കറിയാം. ആള് തന്നെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചെറുമലച്ചൻ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കും. അപ്പോൾ കുണ്ടുകുളം പിതാവിൻ്റെ ശബ്ദം. അദ്ദേഹം ഉപമകൾ പറയാറുള്ളത് ലാസറിൻ്റെയും ധനവാന്റെ ഉപമയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാം. അപ്പോൾ മിശിഹായിൽ പ്രിയ സഹോദരന്മാരെ, കുഞ്ഞുമക്കൾ, കുട്ടികളുടെ വിശ്വാസം, മുതിർന്നവരുടെ വിശ്വാസം, അതാണ് മക്കളെ ദൈവവിശ്വാസം. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പോട്ടെ, പിന്നെ കാണാട്ടാ. അതായത് ശബ്ദത്തിൻ്റെ പ്രത്യേകത, ആ ശബ്ദം എടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഇവിടെ ഒരു ചെറിയൊരു ഇതുവരെയെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. തോട്ടിന് ചെറിയൊരു അതിലും അതന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ശബ്ദം. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുപോലെ തന്നെ ഒരു ശബ്ദം കൂടി എടുക്കുകയാണ്, ചിറമലച്ചൻ്റെ ശബ്ദം കേട്ട് കേട്ട് വയ്യാണ്ടായിണ്ടാവും. എങ്കിലും ഈ സൺഡേയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. നാവ് വെള്ളത്തിലിട്ട ശബ്ദം കഥ പറഞ്ഞൊന്നുമില്ല. അതുപോലെ തന്നെ സിമ്പിളായിട്ട്, അതായത് തൃശ്ശൂർ സ്ലാങ് ഇത്രയ്ക്കും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല. അത് ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതും ഈ നമ്മുടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ചെയർമാനായിട്ടുള്ള നമ്മുടെ ഫാദർ ചിറമ്മൽ ആണ്. ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അമേരിക്കയിൽ പോയാലും ആള് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ. അതെ, അവിടെ വേറെ വ്യത്യാസം വരുത്താൻ നിൽക്കാറില്ല. സാധാരണ നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പോൾ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ പോയി അങ്ങനെയുള്ള ഒരു ജാട കാണിക്കാറുണ്ട്. ഇദ്ദേഹം അങ്ങനെയൊന്നുമില്ല. അമേരിക്കയിലായാലും അഡാട്ടായാലും ആള് പറയണ പോലെ പറയും. തൃശ്ശൂര് പക്ക എറണാട്ടുകരയാണ് വീട്, എറണാട്ടുകര കുടുംബാംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എപ്പോഴെപ്പോഴും ശബ്ദം എടുക്കാൻ നിൽക്കണ്ടേ നീയേ. എന്തുട്ടേണ്ടത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കിടക്കുക. ഇതേ എപ്പോഴും പറഞ്ഞു അല്ലേ ചെറുമലച്ചൻ്റെ ശബ്ദം. ചെറുമലച്ചൻ അങ്ങനെ പറയാൻ നിൽക്കണ്ടേ. നീ വല്ലപ്പോഴൊക്കെ എടുത്താൽ മതി. ഇതെപ്പോഴും തന്നെ എൻ്റെ ശബ്ദം തന്നെ എപ്പോഴും എടുത്തെടുത്ത ആൾക്കാരെ കൊണ്ട് എന്തിനാ നീ ഇങ്ങനെ നിൽക്കണേ? അല്ല അച്ചോ, അത് ഞാനിങ്ങനെ ഞായറാഴ്ച കാരണം എടുത്താണ്.
ഞായറാഴ്ചയായാലും എനിക്കൊരു പരിധിയിലടേ. നിനക്ക് വല്ലതും പറഞ്ഞും മനസ്സിലാവണ്ടേ? അപ്പോൾ താങ്ക് യു.